ഹായ് ഹലോ ഞാൻ ചിത്രാഞ്ജലി സ്റ്റുഡിയോക്ക് ഡബ്ബിങ്ങിന് പോയതാണ്. അപ്പോൾ ഡബ്ബിങ് വിചാരിച്ചിട്ട് നേരത്തെ കഴിഞ്ഞപ്പോൾ അവിടെ എടപ്പള്ളി പള്ളി അടുത്താണ്. അപ്പോൾ പെരുന്നാളിൻ്റെ ദിവസങ്ങളായി എന്ന് കേട്ടു. അപ്പോൾ ഞാൻ പുണ്യാളുടെ അടുത്തേക്ക് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒന്ന് പോയി പറയാലോ. അപ്പോൾ പഴയ പള്ളിക്കാണ് ആദ്യം പോയത്. അപ്പോൾ പഴയ പള്ളിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പുണ്യാളുടെ ഭയങ്കര ഒരു പ്രസൻസ് നമുക്കവിടെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ കൊല്ലം അപകടങ്ങൾ വന്ന കാരണം ഒരാൾ രൂപമൊക്കെ വാങ്ങിച്ച് അവിടെ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ. പെരുന്നാളായ കാരണം കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ പട്ടുക്കുടയും കാര്യങ്ങളൊക്കെ രാത്രിയാന്ന് തോന്നുന്നു കുർബാനയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ രാത്രിക്ക് പ്രദക്ഷിണത്തിനൊക്കെ വേണ്ടിയുള്ളതാണ്. പിന്നെ ഇതാ അവിടെയാണ് കേട്ടോ, പഴയ പള്ളിയുടെ തൊട്ടടുത്താണ് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലമുള്ളത്. അപ്പോൾ ഞങ്ങളും അത് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ അമ്പെടുക്കേണ്ടവർക്ക് അവർ അമ്പെടുത്ത് കൂപ്പൺ എടുത്ത് കഴിഞ്ഞാൽ അമ്പെടുക്കാം. പിന്നെ അവിടെ രണ്ട് അച്ഛന്മാർ നിൽക്കണം, നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. പെരുന്നാളിൻ്റെ പന്തലൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. നമുക്കിപ്പം എന്ന് പറയുക അത്ര ഭംഗി ഉണ്ടാവില്ല. രാത്രിയൊക്കെ ആകുമ്പോഴാണ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ കാലത്ത് അത്രയും കൂടെ രസം ഉണ്ടാവില്ലേ. ഇപ്പോൾ അവിടെ ഒരു കിണറുണ്ട്, അതിൽ നിന്ന് നമ്മൾ കോരി വെള്ളം കുടിക്കും കേട്ടോ. അവിടെ പ്രാർത്ഥിച്ച് കുടിക്കും. അപ്പോൾ കപ്പിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ കൈപ്പാട്ട വെച്ചിട്ട് ചെറിയൊരു ഇത് ആഴമുള്ളൂ. അവിടെ നിന്ന് വെള്ളം അത് വറ്റാത്ത കിണറാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വെള്ളം കോരി വെള്ളം നമ്മൾ കുടിച്ചില്ലെങ്കിൽ മൊത്തത്തിൽ കളയാൻ പാടില്ല. അപ്പോൾ അത് വേറെ ആൾക്കാർക്ക് നമ്മളവിടെ ഒഴിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവിടെ വയ്ക്കും. അങ്ങനെ ചെയ്യാം കേട്ടോ. അത് നമുക്കവിടെ അതവിടെ പിന്നെ നേർച്ച കോഴിന് ലേലം ചെയ്യുന്ന സ്ഥലമുണ്ട് കേട്ടോ. രാത്രി ആയാലാണ് കൂടുതൽ അവിടെ ആൾക്കാർ വരിക. കൂടുതൽ ആൾക്കാർ വരിക. അപ്പോൾ നേർച്ച കോഴിന് വന്നിട്ട് കൊണ്ടുവന്നിട്ട് അത് നേർച്ച കൊടുത്ത് അവിടെ തന്നെ വെച്ച് കറി പാചകം ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് രാത്രിയാണ് കൂടുതൽ അതിൻ്റെ കാര്യങ്ങൾ ഇതാവുള്ളൂ. അപ്പോൾ നമ്മൾ പുതിയ പള്ളിയിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. ഞാൻ ഒരുപാട് നാൾ മുന്നാണ് കേട്ടോ പള്ളിക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ പ്രാവശ്യം പുണ്യാളിനെ തന്നെ നമുക്ക് വഴിയൊരുക്കിയ പോലെ പെട്ടെന്ന് വിചാരിക്കുന്നതിന് മുന്നേ ഡബിങ് വർക്കൊക്കെ കഴിഞ്ഞാൽ എനിക്ക് പള്ളിയിലേക്ക് വരാൻ പറ്റി, പ്രാർത്ഥിക്കാൻ പറ്റി. പ്രത്യേകിച്ച് പെരുന്നാളുടെ സീസണായപ്പോൾ കുറച്ചുകൂടി കൂടുതൽ സന്തോഷമായി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി. മറ്റേ പള്ളിയുടെ പോലെയല്ല, തിക്കും തിരക്കൊന്നുമില്ല. ഇവിടെ എല്ലാവരും ഇരുന്ന് കാം ആൻഡ് ക്വൈറ്റാണ്. എല്ലാവരും ഒരു നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കാണ് കേട്ടോ. അപ്പം ഞാനും അത് നമ്മുടെ കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞു. നമ്മുടെ കരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാവണേയും കാര്യങ്ങളൊക്കെ പുണ്യാളിനോട് പറഞ്ഞു കാര്യങ്ങൾ. എന്നിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് പോയി. അപ്പോൾ ഇവിടെ വെച്ചാൽ പള്ളിമേടയൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. നല്ല രസമാണ് കാണാനും. ഒരു പ്രത്യേക ഒരു തേജസ്സാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മാജിക് മോണ്ട് എന്ന് പറഞ്ഞൊരു വർക്കാണ്, സിനിമയുടെ വർക്കാണ് നമ്മൾ ചെയ്യാൻ പോയതിൽ ഒരു വക്കീലിൻ്റെ വേഷമായിരുന്നു. പിന്നെ നമ്മുടെ സീമാജിനാർക്കും ഇത് നമ്മൾ ഒരു ഡബ്ബിങ് ചെയ്തു. അപ്പോൾ ഇവിടെ വെച്ച് പെരുന്നാളായപ്പോൾ ഇഷ്ടം പോലെ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നല്ല വില കുറവുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ കണ്ണടച്ച് നടന്നു. ഇനി അധികം നടന്നു കഴിഞ്ഞാൽ ഉള്ള കയ്യിലത്തെ പൈസയൊക്കെ നടക്കുന്ന വെച്ചിട്ട് നിന്നു. പിന്നെ അവിടെ നിത്യാരാധന കേന്ദ്രം ഉണ്ട്. നമുക്കത് അവിടെ മൗനമായിട്ട് ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ചു. കാര്യങ്ങളൊക്കെ അന്ന ദിവസം അടിപൊളി.